ഇതാടോ, ഇതൊന്നും കളഞ്ഞില്ലായിരുന്നോ? കഴിച്ചുമില്ലായിരുന്നോ? ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു. എടാ ഇതൊക്കെ പോയില്ലടാ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. മഴ മാറണില്ലെന്നേ, എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ തന്നെ 24 മണിക്കൂർ ഇരിപ്പും കഴിപ്പും എല്ലാം. കിടപ്പും മാത്രമേ ഉള്ളൂ അപ്പുറത്തേക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവന് നല്ല തണുപ്പത്തും ഇവന് ഫാൻ വേണം. തണുപ്പടിച്ചടിച്ചടിച്ചെനിക്ക് മൂക്കെല്ലാം അടഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല തലവേദന. ഇവിടെ എല്ലാം ഇങ്ങനെയായിരുന്നു വേദന. ഇങ്ങനെയുള്ള വേദന ടെൻഷൻ്റെ എന്നൊക്കെ പറയും, പക്ഷെ ടെൻഷൻ്റെ ഒന്നുമല്ല. എനിക്ക് നല്ല രീതിയിൽ കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ഈ തലവേദനയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ ഇന്നലെ ഇൻസ്റ്റാ റീൽസിലാണ്. ഇങ്ങനെ വേദനയെങ്കിൽ ടെൻഷൻ, ഇങ്ങനെയുള്ളത് കഫത്തിൻ്റെ വേദന, ഇങ്ങനെയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തലവേദനയുടെ കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് നല്ല കഫക്കെട്ടിൻ്റെ വേദനയായിരുന്നു. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ജലദോഷം വരാനുള്ള ലക്ഷണമാണെന്ന്. ഇവനോട് എന്ത് ചെയ്താൽ ഇവൻ ഫാൻ നിർത്തിക്കൂല. ഫാൻ ഇട്ട് കഴിഞ്ഞിട്ട് കൊതുക് കടിക്കാന്ന് പറഞ്ഞു. പതിച്ച മുടിക്കിടന്ന് പറഞ്ഞു വേർക്കുവാന്ന്. ഈ തണുപ്പത്ത് ഈ മഴയത്ത് എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കണ ഇരിപ്പ് നോക്കിക്കാണ്ട്. എന്നിട്ട് ഇവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനങ്ങ് ഫാനങ്ങ് നിർത്തും. കുറേ കഴിയുമ്പോൾ ഇവൻ എഴുന്നേക്കും, കഴിയുമ്പോൾ പെട്ടെന്ന് വേർക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങ് അപ്പോൾ നല്ല തലവേദനയായിട്ട് ഞാൻ പോയില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റുമില്ല, ഒന്നും ഉണ്ടാക്കിയുമില്ല. അതുകൊണ്ട് തന്നെ ഇവനെ വിടാനും പറ്റിയില്ല കേട്ടോ. അതായിരുന്നു ഇന്നത്തെ സത്യം. പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്നലെ നമുക്ക് ബ്രെഡ് കൊണ്ടുവന്നപ്പോൾ ബ്രെഡ് അതിനകത്ത് ഉണ്ടായില്ല. അപ്പോൾ ബ്രെഡ് തരാൻ മറന്നതാണെങ്കിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇനിയിപ്പം ബ്രെഡ് കൂട്ടിയില്ലെങ്കിൽ കൊണ്ടാക്കളാൻ പറഞ്ഞ് പൈസയും കൂടെ കൊടുത്ത് ആൻസൂട്ടന് സൈക്കിളും കൊടുത്ത് ഞാൻ വിട്ടു. പാലം കടന്ന് ഞാൻ പോയി അവിടെ നിന്നു. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല മഴ മണ്ണിടിച്ചിലും ഉണ്ടാകുമ്പോഴേ തോട്ടിനകത്ത് വെള്ളം എത്തിക്കയറി വരത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലായിട്ട് ഒഴുകുകയും ചെയ്യും. ഒഴുക്കുള്ള വെള്ളം ഒഴുകി പോകുന്നതാണ്ട് മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ ഇത്. വേനൽക്കാലത്ത് ഈ തോടങ്ങ് വറ്റി വരണ്ട് കിടക്കും, ഒന്നും ഉണ്ടാവില്ല, ഒഴുക്കും ഉണ്ടാവില്ല. പിന്നെ അങ്ങ് താഴെ ഇങ്ങനെ തട കെട്ടി നിർത്തും ആളുകൾ കുളിക്കാനും അലക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇങ്ങനെ തോടിന് കുറുകെ മണൽച്ചാക്ക്, തോട്ടിൽ നിന്ന് തന്നെയുള്ള മണലെല്ലാം കൂടെ കോരി ആ ചാക്കൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ തട കെട്ടി നിർത്തിയായിരിക്കും. അപ്പൊ എന്നിട്ടായിരിക്കും അലക്കവും കുളിക്കുകയും ചെയ്യുന്നത്. അത് ഈ ഭാഗത്തൊന്നും അല്ല, അങ്ങ് താഴെ അങ്ങ് വേറെ നാട്ടിലേക്കൊക്കെ എത്താറാകുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പം ഒഴുക്കില്ലാത്ത തോടാണ്, മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഒരു തോടാണ്. ഉരുൾപൊട്ടിയൊക്കെ പോകുന്ന ഒരു തോടാണ് കേട്ടോ. ഉരുൾപൊട്ടൽ ഉണ്ടായി ഒഴുകി പോകുന്ന തോടൊക്കെയാണ്. അപ്പം അതാണ് നമ്മുടെ മറ്റൊരു സത്യം. അപ്പോൾ അങ്ങനെ കൊണ്ട് വിട്ടു. പിന്നെ എന്താണെങ്കിലും നമ്മൾ ബ്രെഡ് വെക്കാൻ മറന്നതല്ല. അപ്പം ബ്രെഡാണോ ഏത്തക്കാപ്പാണോ എന്ന് മറന്ന്, ഏത്തക്കാപ്പം പോലെയുള്ളൊരു സ്നാക്സ് ഉണ്ട്, അതാണോ എന്ന് മടക്കസ്ഥാൻ എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അതിനെ. അപ്പം അതുകൊണ്ട് ഡൗട്ട് വന്നത് കൊണ്ടാണ് വെക്കാതിരുന്നത്. അങ്ങനെ നമ്മളത് രാവിലെ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന് കുറച്ച് ചില്ലിയായിട്ട് എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കി ഞാനും ആൻസൂട്ടനൊക്കെ ബാസ്ക്കും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഈ ആൻസൂട്ടൻ്റെ ഈ പലഹാരപാത്രമാണ് കേട്ടോ ഈ 2 ഒരെണ്ണോടെ ഉണ്ട്. അപ്പം നിലവിലിപ്പം ഇതിനകത്ത് 2 പലഹാരങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന കടലമിഠായിയും തീർത്തു, മിച്ചറും തീർത്തു, എല്ലാം തീർത്തു. അപ്പം ഞാൻ പറഞ്ഞു തീർത്ത കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി നമുക്ക് പലഹാരപാത്രമൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വൃത്തിയാക്കിയൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി അതെല്ലാം റെഡിയാക്കാം. എടുത്തോടാ, തുറന്നു. അതാണ് അതിനകത്ത് എന്നുള്ള മടക്കിസ്ഥാൻ്റെ ഇതിനകത്ത് പൊട്ടും പൊടിയും കിടക്കുന്നുണ്ട്. പപ്പടവട ഇതൊക്കെ എത്ര നാളായതാടോ, ഇതൊന്നും കളഞ്ഞില്ലായിരുന്നോ? കഴിച്ചുമില്ലായിരുന്നോ? ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു. എടാ ഇതൊക്കെ പോയില്ലടാ. ഇതൊക്കെ ഉണ്ടായിട്ട് നീ എന്നാണ് എടുക്കാതിരുന്നേ? ഇതെന്താണ് എടുക്കാതിരുന്ന ആൻസേ? പിന്നെ മറ്റത് കാണിച്ചെടുത്ത് ചിരിച്ചതാണോ കണ്ടേ? നീ എന്നടാ അതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നേ. നീ പറഞ്ഞല്ലോ ഒന്നുമില്ല കൊണ്ടുപോകാൻ. അത് കറി വെക്കാൻ മതി. എനിക്ക് താങ്ങോടെ
ഒരെണ്ണം എന്താ കാണിച്ചേ? കപ്പ് വറുത്തത്. ഞാൻ ഇങ്ങോട്ട് എടുക്ക. പട്ടാണിക്കടല അതിനകത്തുണ്ടല്ലോ. ഇത് കടലമുട്ടായിയുടെ കവറ. ഇതൊക്കെ തിന്നിട്ട് എന്തിനാണ് ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചേക്കണത്? എടാ ഈ കേക്കൊക്കെ ഇരുന്നിട്ട് എന്നാ ഡാൻസ് എടുക്കാതിരുന്നേ? പിന്നെ നീ എന്നാ നിനക്ക് എന്നാ പരിപാടി ഇവിടെ? തീർന്നല്ലേ ഇതാ? ഇതിനകത്തില്ലല്ലോ. പിന്നെ മധുരമുള്ള മിച്ചർ ഇതിനകത്തുണ്ടല്ലോ. ഓ ഇതിരുന്നിട്ട് തൊട്ടിട്ട് പോലുമില്ല. ഏതാണ്ട് ബ്രദേഴ്സിൽ നിന്ന് അവലോസോടി വാങ്ങിച്ചോണ്ട് വന്നാ കേട്ടോ. അതിന് ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. അവലോസോടി തിന്നാൻ പഴം വാങ്ങിച്ചോണ്ട് പഴം ഇരുന്ന് കറുത്ത് പോയി. ആൾക്കാരെ എടുത്ത് കളഞ്ഞു. അതെന്നാടാ? അറിയാതെ കീറിയപ്പോ തെറിച്ചു. എന്നാന്നേ? എന്നതാ? ബിസ്ക്കറ്റ്. ഇത് നിറച്ച് ബിസ്ക്കറ്റ് ആണല്ലോ. വലിച്ചങ്ങ് പൊട്ടിക്കുമായിരിക്കുന്നേ. എടാ ഇതൊക്കെ ഇരുന്നിട്ടാണടാ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നേ. അതല്ലാതെ ഇതൊന്നും എടുക്കാത്ത തന്നെ തീർന്നാ? എന്നാ സാധനങ്ങളൊക്കെ തിരിച്ച് അതെ പൊട്ടി കളഞ്ഞേ. ഇതിനകത്ത് ബിസ്ക്കറ്റ് എല്ലാം വേണ്ട. അത് വട്ടിക്ക് കൊണ്ട് കൊടുത്തേ. അടാ തിരിച്ചെല്ലാം എടുത്ത് വെച്ചാടാ. അടാ അതിന്റെ ബിസ്ക്കറ്റ് എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങ് കളയുന്നത്. ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണോടാ നീ ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഇതിവിടെ വെച്ചേക്കാം, കറിക്കെടുക്കാനുള്ള. മിഠായി വേണമെങ്കിൽ ഇപ്പൊ തിന്നോ. ഇനിയിപ്പൊ അതെന്തിനാ വെച്ചേക്കണേ? കൊണ്ടുവച്ചിട്ട് വാ. ചെല്ല മിഠായി വേണമെങ്കിൽ തിന്നോട്ടെ. ഇഷ്ടമല്ലേ അതാ? വെറുതെ അല്ല, അല്ലേ എനിക്ക് വേണ്ടിട്ട് ഞാൻ വെച്ചേക്കില്ല. നല്ല കാര്യം. നീ വെക്കും. ഫാൻസ് തൊട്ടിന്റെ പലഹാരപാത്രങ്ങളെല്ലാം ക്ലീൻ ആക്കി. എന്നാ ഇതോടെ എടുത്തോണ്ട് വെക്കോ. ഒന്ന് തിരിച്ചുകൊണ്ട് വെച്ചോ. ഇതാരാ? ഇതാ ചാളമേരിയോ? ഇത് സോയാബോളാ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. സോയാബോള് ഫ്രൈ ആക്കണം. നല്ല സൂപ്പറാ. എൻ്റെ ഒരു മെടിയില്ലേ, ഇത് കണ്ടോ? മെടിയുടെ നടുക്കായിട്ടൊരു ഇതുണ്ടായിരുന്നേ. കടലെടുത്ത് വെക്കാം. അതുകൊണ്ട് അതിൻ്റെ അടിയിലെല്ലാം വെള്ളമാണല്ലോടാ. താഴ്ചാടിയൊക്കെ പൊട്ടിപ്പോവും. അതിങ്ങ് എടുത്തേടാ. ആ തേങ്ങ മാറ്റിക്കേ. എന്നിട്ട് ആ പാത്രം എടുത്തോണ്ട് വന്നേ. ആ പാത്രം എടുത്തോണ്ട് വരാൻ. എടാ ഒന്ന് വേഗം ചെയ്യടാ. ഈ ചെറുക്കനല്ല ഇതിന്റെ താമസം. എനിക്ക് അത് കാണുമ്പോ ദേഷ്യം വരും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പെട്ടെന്ന് ചെയ്യണം. അതിനകത്ത് എന്നെ നോക്കട്ടെ. എല്ലാം മൂത്തിരിക്കൊണ്ട് എടുത്ത് കളയട്ടെ. കൊറേ ഉണ്ട്. ഇയാളെ പിടിച്ചു ഒന്നര എന്തിനാണോ? അതെന്താ? എടുക്ക. അത് പുട്ടുപൊടിയാ. പപ്പടം പൊടി. ആ പപ്പടം പൊടി കാണിച്ചേ. ഇത് മറ്റേ ഉപ്പുമാവാ. ഉപ്പുമാവല്ലാത്ത. അതിനിപ്പോ കൊള്ളാവോന്ന് അറിയത്തില്ല. കുറെ നാളായതെന്ന് തോന്നുന്നു. കാണിച്ചേ. കടലാണോ ഇതാ? അപ്പൊ ഈ കടല ആദ്യം വെച്ചിട്ട് മറ്റേ കടല വയ്ക്കാം. കാണിച്ചേ. മുളക്. എടാ ഇങ്ങ എടുക്കടാ. ഇത് മൈദ. മൈദ വാങ്ങിയിട്ട് തൊട്ടിട്ടില്ല കേട്ടാ. ഞാൻ കേത്തക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി മൈദ വാങ്ങിച്ചതാ ഞാൻ. പക്ഷെ ഇത് വറക്കണ മുളകാ. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്തോടാ? ഉഴുന്ന് തുറന്ന് വെച്ചേക്കോ. അത് ഉഴുന്ന്. സാമ്പാർ പരിപ്പ്.
ഇതോ പരിപ്പ്. സാമ്പാർ പരിപ്പ്. ഇത് കൂട്. അതിനകത്ത് തന്നെ ഇനിയുള്ള അത് കൂട്ടി കിടന്നേക്കാവോ? ഒന്നും വേണ്ടില്ല. അത് വേണ്ട, അത് മാറ്റാം. മതിയാക്കും. അത് നെയ്യാടാ, അത് എടുക്കല്ലേ, അത് ആവശ്യമുണ്ട്. അതാ കൊട്ടി കളയണം, എന്നിട്ട് തിരിച്ചെടുത്ത് വെക്കട്ടെ. അത് തണുപ്പടിക്കാൻ പാടില്ല ഈ പൊടികളൊക്കെ, അതുകൊണ്ടാ. അതങ്ങ് മാറ്റി വെക്കാം. അതിനകത്തേക്ക് ഇടല്ലേ, മാറ്റി വെക്കടാ. മാറ്റി വെച്ചു. ഇതൊന്ന് ശരിക്ക് കെട്ടാവോ? അത് കെട്ടിയല്ലേ? ആര്? നീ. എൻ്റെ കൈ തരാതെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാനുള്ളതിന്. നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വെച്ചേടാ, ഇങ്ങോട്ട് വെച്ചേടാ. അവിടെ വെട്ടയില്ല, ഇരുട്ടാ. ആവശ്യമില്ലാത്ത ആ കമ്പിയൊക്കെ അതിനകത്ത് കുത്തി കയറി ഓട്ടമല്ല. അതിന്റെ മുകളിലേക്ക് വെക്കാം. ഇറക്കി വെച്ചേ. ഇതൊന്ന് കെട്ടിക്കേ. എടാ അത് എടുക്കല്ലേ. ചാടിച്ചു കളഞ്ഞ. പൊട്ടി താഴേക്ക് പോന്നേക്കരുത്. നീ ഇത് എവിടെയാ വലിക്കുന്നേ? അടുത്തടുത്ത് ചുമ്മാ പറക്കിയിടല്ലേ. അതാ മാറ്റി വെക്കാം. ആ പുട്ടുപൊടിയും എടുത്തേ. റബ്ബർ ബാൻഡ് ഇല്ല ഡാൻസ്. കുറെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. നീ പറക്കിക്കൊണ്ട് വന്ന് നോക്കി എന്തേ? അതിനകത്തൊന്ന് നോക്കിക്ക് കേടാണോന്നാ. അത് കളഞ്ഞത് കുറെ നാളായത്. അങ്ങോട്ടല്ല വെളുതെ, അതിനകത്തേക്ക് പൊട്ടിച്ചിട്ടല്ലേ. നീ അവിടെ ഒന്നും ആക്കിയേക്കരുത് കേട്ടോ. പപ്പടം ആ കടലയും എടുത്ത് തന്നെ. കൈ വേദന എടുക്കുക. ഇത് അടച്ചിട്ട് ഇത് പഴയ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചാലേ. അതാ കയ്യിലൊന്ന് വയ്ക്കുക. നമുക്ക് തേങ്ങ വല്ല പൊട്ടിച്ച് വെക്കണം, നാളത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് അതുപോലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇവിടെ വയ്ക്കാം. എങ്ങോട്ട് എടുത്തോണ്ട് പോവാ? അതിനെടുത്തേ. അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തുവാടാ? ഒന്ന് തുറന്നേ. പഞ്ചസാര. ഇതും കടലയാണോ? എടാ അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ കടല ഉണ്ടാവുന്നല്ലോ. ഉപ്പ്. ആ ഉപ്പ് ഞാൻ നേരത്തെ വാങ്ങി വെച്ചേക്കുന്നതാ. അതിപ്പോ ഇട്ട ഉപ്പിന്റെ ബാക്കി ഉപ്പ്. ഇതെന്നത്? വടക്കടയല്ലേ? എന്നെ വടക്കടല. വടപ്പരിപ്പ്. വടപ്പരിപ്പല്ല, അത് സാമ്പാർ പരിപ്പാ. വടപ്പരിപ്പാണ്. എപ്പോഴേ ഞാൻ പരിപ്പാട് ഉണ്ടാക്കി തീറ്റ അടിച്ചാണ്. അടച്ചു വെച്ചാടാ അത്. ഞാൻ തിരിച്ച് പറക്കി വെച്ചാടാ. ഉഴുന്ന്, പരിപ്പ്, പഞ്ചസാര. ഇതൊന്ന് അടച്ചേ. ഈ കടലാണ് നാളെ വേവിക്കാം. ഉപ്പ് ഇത് എടുത്ത് വെച്ചാൽ അടച്ചേ. അല്ലൊരു കാര്യം ചെയ്തങ്ങ് വെള്ളത്തിൽ ഇട്ട് വെച്ചാലേ നേരത്തെ തന്നെ കുതിർന്ന് കിട്ടാനുള്ള കടല കറി വെക്കാം. ആ കടല ഇങ്ങ് എടുത്തേപ്പാ. ഈ പാത്രത്തിൽ ഉണ്ട്. കുക്കറിലേക്ക് വെക്കാം. ഇങ്ങോട്ടിട്ടാടാ കടല. ഇങ്ങോട്ടിടാ. ആ മൊത്തം ഇട്ടേരെ. മൊത്തം? ആ ഇവനെ കൊണ്ട് ചെയ്യിക്കാം. ഇത് കഴുകിക്ക്. ചാടിയടാ. തുറന്നടാ. നിർത്തിക്കേ. കഴുകിക്ക. 2 പേരുടെ കടലയും കൂട്ടി കഴുകിക്കേ. 2 പേരുടെ കൂട്ടി കഴുകാം. ശരിക്ക് കഴുകിയോ? മാറിക്കേടാ. നീ വിട്ടേ, കൈ എടുത്തേ. തുറന്നേ, വെള്ളം തുറന്നേ.
അടച്ചോ. നിന്ന് മൊത്തം കുറ്റല്ലേ. മാറക്കെ കുക്കറൊന്ന് അടച്ചാലേ, നാളത്തേക്കാണ് കുതിർന്നിരുന്നോളൂ. അടയ്ക്ക. ഓക്കെ. പാത്രത്തിൻ്റെ ആവശ്യം വന്നില്ല. അരിപ്പൊടി എടുത്ത് കളഞ്ഞേരാടാ. അരിപ്പൊടി എടുത്ത് കളഞ്ഞേക്കാം. എന്തിനാ ഡാൻസ് ചെയ്തൊക്കെ ഇവിടെ എടുത്ത് വെച്ചാണ്? എടാ നമ്മളൊരു കൂട്ടം എടുത്ത് വെച്ചില്ലടാ. ഈ മുളക് വെച്ചാല് സെറ്റായില്ല. ഇതങ്ങ് അടയ്ക്കാവോ ശരിക്കും? നിനക്ക് കൈ എത്തോളാ മോള് വരെ കയറ്റ. ആ പാത്രത്തിനകത്ത് തന്നെ ഇരിക്കണം. വറ്റി വെളുത്തുള്ളി. മുട്ട 2, 4, 6. അപ്പൊ 15 വാങ്ങി 4 ഞാൻ ഇന്നെടുത്ത് പൊരിച്ചപ്പോ 1 എന്തിയടാ ബാസ്ക്യൂനും കൊടുത്തു അല്ലേ? പൊട്ടറ്റോ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളപ്പോ ഇന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇവിടെ എന്തോരം കാര്യങ്ങൾ മാറ്റി കളയാനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെന്നറിയാവോ? ഇതുപോലെ ഈ പാത്രത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ എടുത്ത് കളയാനുണ്ട്. പിന്നെ കളയാം. ഇനിയിപ്പോ അത് എടുക്കാൻ നിന്ന് എല്ലാത്തിൽ നിന്ന് എടുത്ത് കളയത് ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. പിന്നെ കടല നാളെ എന്നാടാ കറി വെക്കണത്? അപ്പത്തിന് പൊടിയില്ല മോനെ. കടല ഫ്രൈ ആക്കാനാ, ചാറുകറി വെക്കാനല്ല. ചാറുകറി അല്ല വെക്കണം, ഫ്രൈയാ. എന്താ തേങ്ങ അരച്ച വെക്കണം ചാറുകറി. വേണേ ഇച്ചിരി എടുത്ത് ചാറാക്കി തരാം. വേണോ? വേണ്ടേ? അതിനെ കാരണം ബിരിയാണിയുടെ റൈസ് വാങ്ങിയതിലും ബിരിയാണി മിക്സ് വാങ്ങിയതിലും പുതിയ മൂവി എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടെന്ന് പറയണത്. ഷഞ്ചോ ഏതോ കൊറിയൻ മൂവി എടുത്ത് ഡിസ്നിക്കകത്തിരുന്ന് നീ പോന്ന ഷോർട്ട് മാത്രമേ കണ്ടുള്ളൂ. നല്ല ഒന്നാമത് എത്ര മണിക്കൂറിന്റെ സിനിമ അതാ? 1 hour ഉള്ളോ? 2 hour ഇല്ലേ? നിന്നെ നേരെ നോക്കൂല. നീ എല്ലാവരുടെ നേരെ നോക്കി സംസാരിക്കടാ. മഴന്ന് വെച്ചാൽ ആൻസൂട്ടറിന് എന്റെ പഴയ ഫോൺ എടുത്തിട്ട് നിറച്ച് വ്ളോഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നിറച്ച് വീഡിയോ. എത്ര വർഷം മുമ്പ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ കോഴിപ്പോനും കോഴിപ്പടം ഒക്കെ ഉള്ളപ്പോഴാണ്. എത്ര മിനിറ്റ് ഉണ്ടോ ആ വീഡിയോ ഒക്കെ? ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് കൊണ്ട് ഇടാട്ടോ. ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോഴേ. ആൻസുകുട്ടൻസ് വ്ളോഗ് എന്നായിരുന്നു പേര്. ആൻസുകുട്ടന്റെ വ്ളോഗ് എന്റെ പൊന്നോ, എന്തൊക്കെ ഡയലോഗുകൾ അതിനകത്ത് കാച്ചെന്നിരുന്നു. എനിക്ക് വയ്യ. തന്നെത്താനെ വീഡിയോ പിടിച്ച് കോഴികളെയൊക്കെ കൊണ്ടുനടന്നും. നമ്മൾ ഈ വീട്ടിൽ ആദ്യമായിട്ട് താമസിക്കാൻ വന്ന സമയത്തൊക്കെ അമ്പലത്തിന്റെ അതിലൊക്കെ പോയി, തോടിന്റെ അതിലൊക്കെ പോയിട്ടൊക്കെ വീഡിയോ ഉണങ്ങി കിടക്കുന്ന തോട്ടിലൊക്കെ പോയി. ഞങ്ങള് ക്രിസ്മസിനൊക്കെ വെള്ളാരക്കല്ലുകളൊക്കെ പുൽക്കൂട് ഒരുക്കാനായിട്ടൊക്കെ തോട്ടിൽ നിന്നും വാഴക്കാടെന്നൊക്കെ ആയിട്ടെടുത്തത്. അപ്പൊ അവിടെ നിന്നുള്ള ഉരുളങ്കല്ലൊക്കെ കൊണ്ട് വ്ളോഗിനകത്ത് അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനത് ആ ഫോണിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ വിടാൻ പറ്റൂടാ? ബ്ലൂടൂത്ത് വഴി വിടായിരിക്കും അല്ലേ? നമുക്ക് അതിൽ നിന്ന് വിടാട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഇടാം. ആൻസിന്റെ വ്ളോഗുകളൊക്കെ കാണിച്ചിടാം. ഫ്രണ്ട്സ്, ഗൈസ്, ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസ്, ഹായ് സ്റ്റുഡൻസ്, ഹലോ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് വയ്യ. ഇവൻ ഭയങ്കര പുലിയാണ്. അയ്യപ്പനും കോശിയിലെ കണ്ണമ്മ കഥാപാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിനകത്ത് ഈ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പണ്ടൊക്കെ ചുമ്മാ ഓരോ പൊട്ടത്തരങ്ങൾ. ഇപ്പം അത് കാണുമ്പോൾ നാണക്കേടാ. അപ്പൊ പറഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴൊക്കെ ആയിരുന്നു ഇവന്റെ വ്ളോഗ്. ഞാനിതൊന്നൊക്കെ അറിയാതെയുള്ള അഭിപ്രായങ്ങൾ കാണിച്ചത്. ഇത് ഈ വർഷം വരെ ഇരിക്കും. ഈ വർഷം 31, 4 വരെ. എനിക്ക് പുരുക തീരെ ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കരി ഉണ്ടാക്കിയിട്ട്
പുരുക വരയ്ക്കുമായിരുന്നു കേട്ടോ, മറ്റേ ആവണക്കെണ്ണയിലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് പുരുകം വന്നു തുടങ്ങിയ സമയം. അപ്പോൾ അന്നത്തൊക്കെ വീഡിയോക്കകത്തൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ ഇങ്ങനെ കറപ്പിച്ച്, ഈ കരിയാണ് ഞാൻ എഴുതുന്നത്, പുരുകം ഉണ്ടാവേണ്ടത്. അവളിങ്ങ് പോകുന്നില്ല, വീട്ടിലിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം ആളുകളെല്ലാം കൂടെ പറയും കഥകളൊക്കെ എഴുതും പോലെ, കഥകളൊക്കെ എഴുതും പോലെ, കഥകളി ആളുകൾ അറിയാതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതിന് 1-2 വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ കരിയാ പുരുകം വരാൻ വേണ്ട. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ട് പുരുകമൊക്കെ ഉണ്ടായിട്ടോ. ചിരട്ട കരിയാക്കിയിട്ട്, ചിരട്ട അല്ലായിരുന്നോടാ അത് ആൻസേ, ചിരട്ട കരിയാക്കിയിട്ട് ആവണക്കെണ്ണ വെച്ചിട്ട് അരച്ച് മെഴുകു പോലെ ആക്കിയിട്ട് എഴുതിയതാണ്. പക്ഷെ സൂപ്പറായിരുന്നത്. പിന്നെ കടുക്കാത്തോട് അത് കത്തിച്ച് കരിയാക്കിയിട്ട് ആവണക്കെണ്ണ ചേർത്തിട്ട് നമ്മളെ വാങ്ങി വെച്ചിട്ട് അലമാരയിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതും പുരുകം എഴുതി നന്നായിട്ട് വരും. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയുള്ള വീഡിയോ കണ്ടിട്ട് കേട്ടോ മനസ്സിലാക്കിയത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് അന്ന് എഴുതിക്കൊള്ളുന്നത്. അപ്പം അന്നൊക്കെ എന്തോരം നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഞാൻ പുരുകം വരാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന കരിയാണിതെന്ന്. നമ്മൾ 24 hours എഴുതുവാണെങ്കിൽ അത്ര നല്ലതാണ്, പുരുകം നല്ല രീതിയിൽ വളരും. അപ്പം ഇത് വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും കേവലം ഒരു മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 15 സെക്കൻഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അങ്ങേറ്റപ്പോൾ 30 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരെ വിലയിരുത്തുന്നത് നമ്മളൊന്നും അറിയാതെയാണ്. ചുമ്മാ ഇങ്ങനെ കാണുന്നത് വെച്ച് ആരെയും വിലയിരുത്താൻ കൊള്ളത്തില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഉള്ളാലെ ഒന്ന് ഓറിച്ചിരിക്കുമായിരുന്നു. അത് ആർക്കും മനസ്സിലായില്ല, കൊച്ചു കള്ളികളെ. കൂടുതലായിട്ടും പുരികമൊക്കെ എൻ്റെ കമൻ്റൊക്കെ ലേഡീസൊക്കെ ആയിരുന്നു ഇട്ടോണ്ടിരുന്നത്. സത്യം പറഞ്ഞ് എനിക്കത് കാണുമ്പോൾ ചിരി ദൈവം ഇവർക്കൊന്നും അറിയത്തില്ല, കുട്ടികളാണല്ലോ. എന്നാ നിങ്ങൾക്ക് ആടുജീവിതം മൂവിയാണോ അതോ ആവേശം മൂവിയാണോ ഇഷ്ടം? കമന്റ് ചെയ്യുക. ആടുജീവിതമാണ് ആവേശം. ഇവനൊരു സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കണോ? അപ്പൊ ഞാൻ പാട്ട് മത്സരം നടക്കാൻ പോകും. എന്നാ മത്സരം? പാട്ട്. എന്നാ പിന്നെ അങ്ങനെ വ്യക്തമായിട്ട് പറ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകലെ മണ്ണിൽ പുതുമഴ പെയ്യുന്നുണ്ടേ, മണ്ണിൽ പുതുമഴ പെയ്യുന്നുണ്ടേ. നീയല്ലേ പാടാൻ വന്നിരിക്കുന്നു. മറന്നുപോയാ? ഈ പാന്നൊക്കെ പറയുമ്പോ 2 ചുണ്ടും കൂട്ടി മുട്ടിച്ചിട്ട് വേണം. പുതുമഴ എന്ന് പറഞ്ഞിട്ടോ, പൂ അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ പുതുമഴ എന്ന് പറഞ്ഞ ഈ വാക്കിടയ്ക്ക് അവിടെ പോയിട്ട് ഫാന്നാ വരത്തുള്ളൂ. വ്യക്തമായിട്ട് പറഞ്ഞു പഠിക്കണം കേട്ടോടാ. കേട്ടോടാ. എവിടെയാടാ നീ കേട്ടെ? കുഞ്ഞാവ. ഇവരെ ഞാൻ അപ്പൂസേന്നാ വിളിച്ചോണ്ടിരുന്നത്. അന്ന് ജോജോ ചേട്ടൻ പറഞ്ഞു വീട്ടിൽ പിന്നെ വേറെ പേരൊന്നും വിളിക്കേണ്ട, ആൻസ് തന്നെ വിളിച്ചാൽ മതി. അതാകുമ്പോൾ ആ പേര് അല്ലെങ്കിൽ അപ്പൂസ് എന്നുള്ള പേരങ്ങ് ഫേമസ് ആയി പോയാൽ പിന്നെ ശരി പേരാരും വിളിക്കത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹം അങ്ങ് ചുവടേ തന്നെ അങ്ങ് നുള്ളിക്കളഞ്ഞ്. അതുകൊണ്ട് ഇവന് വീട്ടിലിടാൻ വേറെ പേര് കിട്ടിയില്ല. നിനക്കിഷ്ടമായിരുന്നു അപ്പൂസേന്ന് വിളിക്കണേ? ഇവൻ്റെ ഫ്രണ്ട് വാഗക്കാടുണ്ട്, അതിനെ അപ്പൂന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇവനെ അപ്പൂസ്, അതായത് എനിക്കറിയില്ലായിരുന്നു, ഞാനിവനെ അപ്പൂസെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ആ കൊച്ചിനെ ഇപ്പോഴും അപ്പൂന്ന് തന്നെ കേട്ടോ അവർ വിളിക്കുന്നത്. ബാസ്റ്റ് വരാന്ന് കുറയ്ക്കുന്നുണ്ട് റോഡ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഭാഗത്തെ റോഡയോ ഇങ്ങോട്ടോ ആരെങ്കിലും ഗേറ്റിൻ്റെ അവിടെ പോലെ എത്തിക്കഴിഞ്ഞാൽ ഇവന് നല്ല ഘ്രാണശക്തിയാണ്. പെട്ടെന്ന് ഇവൻ പിടിച്ചെടുത്തിട്ട് അവൻ കുരയ്ക്കും. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവ വീടിനകത്തായത് കൊണ്ട് അവനെ ആരും അപായപ്പെടുത്തില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ? പറ. എന്നാ നോക്കിയിട്ട് വന്നിടാ അവൻ എന്നെ കുറയ്ക്കണേന്ന്. അവൻ ഇത്ര കാര്യമായിട്ട് കുറയ്ക്കുമ്പോ നമുക്ക് നോക്കണ്ടേ എന്താ സംഭവം. എന്നാ ഇങ്ങ് പോരാ. അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആക്കി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.